ഏപ്രിൽ സൃഷ്ടിച്ച ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോകരാഷ്ട്രീയത്തിലെ പ്രമുഖരും സാഹിത്യ ലോകത്തെ പ്രതിഭകളുമാണ് ചിത്രങ്ങളിലെ ശ്രദ്ധേയ സാന്നിധ്യങ്ങൾ. ഈ ചിത്രങ്ങൾ ഒരുക്കിയ അധ്യാപകനായ പി ശ്രീധരൻ ഇപ്പോൾ കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തിന്റെ സൃഷ്ടികളെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ശ്രീധരൻ, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എന്താണ് ഈ ചിത്രങ്ങളുടെ പ്രത്യേകത? ഈ ചിത്രങ്ങൾ അഡോബിൻ്റെ ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ ഇല്ലസ്ട്രേഷന് പതിവായിട്ട് നമ്മൾ പേജ് ലേഔട്ടിനൊക്കെ ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ഇങ്ങനെ ഛായാചിത്രങ്ങൾ വളരെ അപൂർവമായിട്ടേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഞാനിത് ഒരു കൗതുകത്തിന് വേണ്ടി തുടങ്ങുകയും പിന്നെ അത് വളരെ ഒരു അഡിക്ഷൻ പോലെ എനിക്ക് അത് അനുഭവപ്പെടുകയും ഇപ്പോൾ ഞാൻ നിരന്തരം ഇത്തരം ചിത്രങ്ങൾ ചെയ്തു തുടങ്ങുകയാണ് ചെയ്തത്. ഈ ചിത്രങ്ങളുടെ പ്രത്യേകത, ഇത് എത്ര വലുതാക്കും തോറും ഇതിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി വരുന്നതായിട്ടാണ്. സാധാരണ നമ്മൾ കാണുന്ന ഗ്രാഫിക് ചിത്രങ്ങൾ വലുതാക്കുമ്പോൾ അതിൻ്റെ വ്യക്തത നഷ്ടപ്പെടുന്നതാണ് കാണുന്നത്. ഇത് വെക്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആ പവർ തന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരം ചിത്രങ്ങൾ അവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ ബഷീറിൻ്റെ ഒക്കെ ഏകദേശം ലൈഫ് സൈസിൽ തന്നെയുള്ള പ്രിൻ്റുകൾ 9 വ്യത്യസ്തമായ ഇമേജുകളാക്കി ചെയ്തുകൊണ്ട് തന്നെ ഒരു പരീക്ഷണം നടത്തിയത്. അത് ജനങ്ങളിൽ വളരെ കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന റെസ്പോൺസ്. അടിസ്ഥാനപരമായി താങ്കൾ ഒരു ചിത്രകാരനാണ്. അതിൽ സാങ്കേതിക വിദ്യകൾ പലപ്പോഴും അതിന് ഗുണകരമായി ഉപയോഗിക്കപ്പെടാൻ സാധിക്കുന്നു എന്നതിൻ്റെ തെളിവുകളുമാണിത്. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി? താങ്കൾ പറഞ്ഞു ഇതിൻ്റെ വലിപ്പം കൂടുന്തോറും അതിൻ്റെ വ്യക്തത കൂടുന്നു എന്ന് പറഞ്ഞു. ഒരു ചിത്രകാരൻ എന്ന നിലയിൽ ഇത് ഉപയോഗിക്കാൻ എന്തുമാത്രം താങ്കൾക്ക് എളുപ്പമാണ്, അല്ലെങ്കിൽ അങ്ങനെ അത് ഉപയോഗപ്രദമായിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയർ? താരതമ്യേന ഈ സോഫ്റ്റ്വെയർ ഒരു വഴങ്ങാൻ മടി കാണിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. പൊതുവേ നമ്മുടെ നാട്ടിൽ ഞാൻ പരിചയമുള്ള ആളുകൾക്ക് ഈ സോഫ്റ്റ്വെയറിനോട് അത്ര പ്രതിപത്തി കാണുന്നില്ല. എല്ലാവരും കോറൽ ഡ്രോ എന്ന സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത് കാണുന്നത്. ഞാൻ വളരെ ശ്രമകരമാണെങ്കിലും ഈ ചിത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും എത്രമാത്രം അതിൻ്റെ കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കത്തിലുള്ള ആ വിഷമം നമ്മളൊന്ന് അതിജീവിച്ചു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട്, പ്രത്യേകിച്ച് പ്രിൻ്റ് മീഡിയയിലൊക്കെ ഇതിന് അനന്ത സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സാധ്യതകളുണ്ട് ഇനിയും. ഈ സോഫ്റ്റ്വെയറിനെ നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു, ഒരുപാട് ചൂഷണം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനൊരു തുടക്കം നടക്കാണ് ഞാൻ ഇത്ര ഛായാചിത്രങ്ങൾ മാത്രമല്ല ഇല്ലസ്ട്രേഷൻസും ഗ്രാഫിക്സും ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഛായാചിത്രങ്ങളുടെ ഒരു സെലക്ഷൻ മാത്രമാണ് ഇവിടെ പ്രദർശിപ്പിച്ചത് എന്നേ ഉള്ളൂ. ചിത്രങ്ങളുടെ അവതരണത്തിലേക്ക് വരട്ടെ. മഹാത്മാഗാന്ധി മുതൽ മദർ തെരേസ, യേശുദാസ്, ഏറ്റവും ഒടുവിൽ സദാം ഹുസൈൻ കോടതിയിൽ നിൽക്കുന്നതിൻ്റെ വരെ ചിത്രങ്ങൾ, സ്റ്റില്ലുകളാണ് താങ്കൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഓരോരുത്തരുടെയും ഭാവങ്ങൾ അതിൽ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി സൂക്ഷ്മമായി അത് ആലോചിച്ചിട്ടുണ്ട് എന്ന് കരുതാം. എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഭാവങ്ങളുള്ള സ്റ്റില്ലുകൾ തന്നെ താങ്കൾ തിരഞ്ഞെടുത്തു? അതാണ് അതിൽ ഞാൻ ആകെ ശ്രദ്ധിച്ച ഒരു കാര്യം. ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ തട്ടിയ ഒരു ചിത്രം മാത്രം. പ്രത്യേകിച്ച് അത് തുറന്നു പറയാലോ, ഇന്ത്യ വിഷൻ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലുന്ന ദൃശ്യം, ആ കിടിലം കൊള്ളിക്കുന്ന ആ ദൃശ്യം കണ്ടതിന് ശേഷമാണ് ഞാൻ ഇൻ്റർനെറ്റിൽ ഒരു തെരച്ചിൽ നടത്തിയിട്ട് ഏറ്റവും ആപ്റ്റായ ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നത്. ആ ചിത്രം ഈ മറ്റ് ചിത്രങ്ങൾ പോലെ വലുതാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ എക്സിബിഷൻ്റെ ഡേറ്റ് അടുത്ത് വന്നതുകൊണ്ട് അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പലരും അതൊന്ന് വലുതാക്കി കാണണം എന്ന് പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വികാരപരമായി തന്നെ ചെയ്ത ഒരു ചിത്രമാണത്. അതിൽ മാത്രമാണ് ഞാനൊരു ചെറിയൊരു ഫിൽറ്റർ എഫക്റ്റ്, സദ്ദാം ഹുസൈൻ്റെ കൈ ഏകദേശം വളരെ ഫാസ്റ്റായിട്ട് വരുന്ന പോലുള്ള ഒരു എഫക്റ്റ്, അത് മറ്റ് ചിത്രങ്ങളിലൊന്നും അത് ഉപയോഗിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഓരോ ചിത്രവും വളരെ മനസ്സുകൊണ്ട് അതിനോട് ഇൻവോൾവ് ചെയ്ത്, MTയുടെയൊക്കെ ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ കണ്ടതിന് ശേഷമാണ് ഞാൻ ഒരു ചിത്രത്തിലേക്ക് ഒരു ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ചിത്രങ്ങളുടെ അതിൻ്റെ വ്യക്തികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭാവത്തിന് ഒരു പൂർണ്ണത വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. മേധാ പട്കറുടെയൊക്കെ ചിത്രത്തിൽ വളരെ ചെറിയ വരകൾ മാത്രം ഉപയോഗിച്ച് അതിൻ്റെ അരുന്ധതി റോയുടെയൊക്കെ ചിത്രങ്ങൾ, അങ്ങനെ ഓരോ ചിത്രത്തിനും വ്യത്യസ്തത വരുത്താനുള്ള, അത് ബോധപൂർവമല്ല, അങ്ങനെ ആ ചിത്രവുമായിട്ട് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ആ ഫോട്ടോഗ്രാഫിനെ ഉപേക്ഷിക്കുകയും പിന്നെ സ്വന്തം ക്രിയേഷനായിട്ട് അതിനെ മാറ്റുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ്. ഓഷോയുടെയൊക്കെ ചിത്രങ്ങളിൽ ആളുകൾ വളരെ അതിൻ്റെ ഭാവത്തിൻ്റെ പ്രത്യേകത പറയുന്ന, കണ്ണുകളുടെ പ്രത്യേകതയൊക്കെ, അതൊക്കെ ബോധപൂർവ്വം എന്ന് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോർട്രേറ്റുകൾ എല്ലാ മീഡിയത്തിലും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഞാനൊരു ബ്രഷിന് പകരം മൗസ് എടുത്തു എന്നല്ലാതെ ഇതിപ്പോൾ എനിക്ക് വേറൊരു പ്രത്യേകതയും ഇതിൽ തോന്നുന്നില്ല. കാരണം ഇതൊരു മീഡിയം
ഒന്ന് ചേഞ്ച് ചെയ്തേ ഉള്ളൂ. നിരന്തരം എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു തുടർ പ്രക്രിയയായിട്ടേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അങ്ങയിലേക്ക് വീണ്ടും തിരിച്ചെത്താം. ഒരു ചെറിയ ഇടവേള ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം അങ്ങയിലേക്ക് തന്നെ തിരിച്ചെത്താം.